പൊന്നാനി മണ്ഡലം സ്ഥാനാർത്ഥി, പൊന്നാക്കി മാറ്റിയ സ്ഥാനാർത്ഥി ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിൽ വോട്ടുകളേകാം കോടി ചിഹ്നത്തിൽ. അഴിമതിയൊട്ടും ഉരുളാത്തൊരു കൈകൾ, ഇതുവരെ തെല്ലും ഇടരാത്തൊരു ശബ്ദം. തുടരേണം വളരേണം പടരേണം ഈ മണ്ണിൽ, തുടരേണം വളരേണം പടരേണം ഈ മണ്ണിൽ. എന്റെ വോട്ടും മീട്ടിക്ക്, നമ്മുടെ വോട്ടും മീട്ടിക്ക്, നിങ്ങളുടെ വോട്ടും മീട്ടിക്ക്, എല്ലാ വോട്ടും മീട്ടിക്ക്. എന്റെ വോട്ടും മീട്ടിക്ക്, നമ്മുടെ വോട്ടും മീട്ടിക്ക്, നിങ്ങളുടെ വോട്ടും മീട്ടിക്ക്, എല്ലാ വോട്ടും മീട്ടിക്ക്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വളരെ വലിയ പ്രതീക്ഷയാണ് ഐക്യജനാധിപത്യ മുന്നണിക്കുള്ളത്. വിശേഷിച്ചും ഇന്ന് താനൂർ നിയോജകമണ്ഡലത്തിൽ നടന്ന സ്ഥാനാർത്ഥിയുടെ രണ്ടാം ഘട്ട പര്യടന പരിപാടിയുടെ തുടക്കം വളരെ ആവേശകരമായിരുന്നു. നട്ടുച്ചക്ക് പോലും ആപാലവൃദ്ധം ജനങ്ങൾ സ്ഥാനാർത്ഥിയെ കാണാൻ വേണ്ടി എത്തുന്നത് ഒരു പുതിയ രാഷ്ട്രീയ തീരുമാനം ജനങ്ങൾ എടുത്തു കഴിഞ്ഞു എന്നാണ്. ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷയോടുകൂടി താനൂർ അതിൻ്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുന്നു എന്നുള്ള ഒരു സന്ദേശം ഇന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ പ്രചരണ പരിപാടിയിൽ ഉണ്ടായിരുന്നു. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിന് ജയിക്കാൻ കഴിയും. അതിലേറ്റവും മികച്ച ഭൂരിപക്ഷം നൽകാൻ താനൂർ നിയോജകമണ്ഡലത്തിന് കഴിയുമെന്ന സന്ദേശമാണ് ഇന്നത്തെ പ്രചരണ പരിപാടികൾ അവസാനിക്കുമ്പോൾ ബോധ്യമാകുന്നത്. പ്രതീക്ഷിക്കാതെ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥികളുണ്ടാകുന്നു, രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുന്നു, ഇവിടെ തൃത്താലയിൽ വരുന്നു. എത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഒരു വലിയ നിരാശയുണ്ടായിരുന്നു. കാരണം രാജ്യത്ത് 5 വർഷം കൊണ്ട് BJPയുടെ ഭരണം കൊണ്ടുണ്ടായ ദുർഗതി, രാജ്യത്തുണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള തകർച്ച, നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കുന്നത്, രാജ്യത്തിൻ്റെ ധനകാര്യ സ്ഥാപനങ്ങളിൽ പോലും വളരെ യാതൊരു നിലപാടുകളുമില്ലാത്ത വിധം ഈ രാജ്യത്തിലെ കോർപ്പറേറ്റുകൾക്ക് വായ്പ കൊടുക്കുക, അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ധനകാര്യ മേഖല തകരുന്നു, രാജ്യത്തിൻ്റെ കാർഷിക മേഖല തകരുന്നു. ഒരു പൗരന് നിർഭയമായി ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ ഇതിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്ന് മാത്രമല്ല, രാഹുലിൽ ജനങ്ങൾ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെയും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെയും ഒക്കെ രക്തത്തിൽ പിറന്ന ഒരാൾ എന്നുള്ള നിലയിൽ രാജ്യത്ത് പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന തലത്തിലേക്ക് അദ്ദേഹം ഉയർന്നു കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് തന്നെ മത്സരിക്കുന്നത് ഇങ്ങ് തെക്കൻ കേരളത്തിലാണ്, തെക്കേ ഇന്ത്യയിലാണ്. അതായത് മനസ്സിലാകുന്നത് രാജ്യത്ത് ഹിന്ദി സംസാരിക്കുന്ന ഒരു ബെൽറ്റിൽ നിന്ന് ഒരു ഉത്തരേന്ത്യയിൽ ജനിച്ച ഒരു നേതാവ് ഇവിടെ വന്ന് മത്സരിക്കുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല. അതൊരു വലിയ ഒരു പ്രധാനത്തോടു കൂടിയാണ് ജനങ്ങൾ കാണുന്നത്. കാരണം ഇന്ത്യ ഒന്നിച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു മെസ്സേജ് അത് നൽകുകയാണ്. തീർച്ചയായും രാഹുൽ കൂടി സ്ഥാനാർത്ഥിയായതോടുകൂടി നമ്മുടെ കേരളത്തിൽ ഒരു വലിയ ഒരു പ്രതീക്ഷ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായിരിക്കുകയാണ്. 1976 സമാനമായി 20-ൽ 20 സീറ്റും ഐക്യജനാധിപത്യ മുന്നണിക്ക് നേടാനാകും എന്ന ഒരു തലത്തിലേക്ക് അത് വളർന്നിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. തീർച്ചയായും അതിൻ്റെ ഒരു സ്പിരിറ്റ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതെ അതെ, വളരെ നല്ലതാണ്. ആളുകൾ വളരെ ആവേശത്തിലാണ്. മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള ആവേശത്തിൽ ജനങ്ങൾ അങ്ങനെ ഉച്ചക്കൊക്കെയുള്ള പ്രോഗ്രാം, നിങ്ങളൊക്കെ ഈ ഏരിയ കവർ ചെയ്ത ആളുകളാണ്. ഉച്ചക്കൊക്കെയുള്ള പ്രോഗ്രാമിൽ പോലും വമ്പിച്ച ജനക്കൂട്ടമാണ്. ജനങ്ങൾക്ക് നല്ല ഒരു താല്പര്യമുണ്ട്. എൻ്റെ ഫസ്റ്റ് ഇലക്ഷൻ്റെ റെക്കോർഡ് എന്ന് പറയുന്നത് 82,000 വോട്ടാണ്. അതുപോലും ഭേദിക്കണം എന്നുള്ള നിലയിലുള്ള ഒരു ഒരുക്കം ആളുകൾ തീരദേശത്ത് നേരം നമുക്ക് പൊസിഷൻ മോശം ഉണ്ടായിരുന്നില്ല. പക്ഷേ മൊത്തത്തിൽ ഓവറോൾ കഴിഞ്ഞ ഇലക്ഷനിൽ 25 അതിന് മുമ്പത്തെ ഇലക്ഷനാണ് ഞാൻ പറഞ്ഞത് 82. അതിനെയും ക്രോസ് ചെയ്യുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പ്രോഗ്രസ് വരുന്നുണ്ട്. അതും രാഹുൽ ഗാന്ധിയുടെ വരവ് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയാണല്ലോ. അതും വളരെ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. പ്രോഗ്രാം ഫൈനലൈസ് ചെയ്ത് ഇന്നിപ്പോൾ നമ്മൾ നേതാക്കന്മാരും അവരും കൂടി ഇരിക്കുന്നുണ്ട്. കൂടി ഇരുന്നിട്ട് അതിൻ്റെ വെന്യൂവും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള മീറ്റിംഗ് ഉണ്ട്. അത് നല്ലതാണ്, വളരെ നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ വരവ് വളരെ വലിയ സ്വാധീനം ചെലുത്തും. രാഹുൽ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയതല്ലല്ലോ.
മോക്ഷം നൽകണം. വിധി കൊണ്ടൊരു പോരിന് സാക്ഷ്യം നിൽക്കണം. നാളേക്കായി നാം ഒരുമിക്കാം, നാടിനായി കൈകൾ കോർക്കാം, UDF സാരഥിയെ വിജയിപ്പിക്കാം. ഭീകരഗുണ്ടാ വിളയാട്ടം ഭീതി പരത്തി. എത്ര നല്ല കാലമായിരുന്നു നമ്മുടെ ഗവൺമെൻറ് കാലം. എത്രയോ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടി, എത്രയോ സൗകര്യങ്ങൾ നമുക്ക് കിട്ടി. ഇന്ന് അതെല്ലാം ഇവർ വിസ്മരിച്ചു. അതൊക്കെ പോട്ടെ, ഞങ്ങൾ ഈ പലയപ്പെട്ട കുട്ടികളുടെ വീട്ടിൽ പോയാണ്. കൃപേഷിൻ്റെയും ലാലിൻ്റെയും വീട്ടിൽ ഞാൻ പോയിരുന്നു. നിങ്ങൾ ടി വിയിൽ കണ്ടു കാണും. കൃപേഷിൻ്റെ വീട്ടിനുള്ളിൽ കയറാൻ കുരങ്ങ കുമ്പിട്ട് അതിൻ്റെ കൂടെ നെറുകിയിട്ട് മേലെ കയറാൻ നിൽക്കും. നമ്മൾ ചിലപ്പോൾ ആ കുട്ടീനെ മറന്നു പോകും. കുറച്ച് കഴിയുമ്പോൾ മറക്കാത്ത ഒറ്റാളിൻ്റെ ഉള്ളു, അതതിൻ്റെ അമ്മയാണ്. അങ്ങനത്തെ എത്ര അക്രമങ്ങളാണ് ഈ നാട്ടിൽ നടന്നിട്ടുള്ളത്. ഒരു രാജ്യം തന്നെ കത്തി, കളാരി, കൊലപാതകം ഇതിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ അതിനും അവളും ഈ ജനങ്ങൾക്ക് എന്തുണ്ട്, ഒരു വെറുപ്പുണ്ട്. ഇതെല്ലാം കൂടിയതാണ് നമുക്ക് വന്നിട്ടുള്ള ആവേശത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തി നല്ല നിലയിൽ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ നമ്മുടെ പ്രതീക്ഷ പ്രകാരം രാഹുൽ ഗാന്ധി നമ്മുടെ മണ്ഡലത്തിൽ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ലാസ്റ്റ് മൊമെൻറ്റ് രാവിലെ സെക്രട്ടറിൻ്റെ ഒക്കെ പ്രശ്നം അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അദ്ദേഹം വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വീഥികളെല്ലാം ഭരണത്തിൽ ചുടുരക്തം മാത്രം. അടിപിടി അഴിമതി ചുടുചോര കളികളിൽ ജനങ്ങളെ ദുരിതത്തിൽ വഴികളിൽ എറിഞ്ഞിടും ഭരണത്തിൽ മതിമറന്നിരിക്കുന്ന നാട്ടിൽ ഇടതന്മാർക്കും വോട്ടില്ല. നോട്ട് കൊണ്ട് നാടുനീള ജനങ്ങളെ നടത്തിയിട്ട് വെട്ടുകൊണ്ട് അറുത്തിട്ട് തലകളെ നിരത്തിട്ട് വർഗീയ വിഷമുള്ള ഫാസിസ ഭരണകൂടത്തിനും വോട്ടില്ല. ഈ നാട്ടിൽ ഒരു വോട്ട് ഇനി നേട്ടത്തിന്റെ പുതുചീട്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര നന്മ വീണ്ടെടുക്കാനുള്ള ഈ പോരാട്ടത്തിൽ അദ്ദേഹത്തിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളോട് വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥിയെ സ്നേഹിക്കുന്നു. നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, സഹോദരൻ സഹോദരന്മാരെ, നമുക്ക് 23-ാം തീയതി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മനസ്സിൽ തട്ടിയ ഒരു ഹൃദയവികാരം പ്രകടിപ്പിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കാൻ, തിരിച്ചൊരിക്കലും BJP വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പവിത്രമായ ഒരു ജോലിയാണ്. എന്റെ ഓട്ടും മീട്ടിക്ക്, നമ്മുടെ ഓട്ടും മീട്ടിക്ക്, നിങ്ങളുടെ ഓട്ടും മീട്ടിക്ക്, എല്ലാ ഓട്ടും മീട്ടിക്ക്. എന്റെ ഓട്ടും മീട്ടിക്ക്, നമ്മുടെ ഓട്ടും മീട്ടിക്ക്, നിങ്ങളുടെ ഓട്ടും മീട്ടിക്ക്, എല്ലാ ഓട്ടും മീട്ടിക്ക്. എന്റെ ഓട്ടും മീട്ടിക്ക്, നമ്മുടെ ഓട്ടും മീട്ടിക്ക്, നിങ്ങളുടെ ഓട്ടും മീട്ടിക്ക്, എല്ലാ ഓട്ടും മീട്ടിക്ക്. അന്ന് സന്തോഷ സൗഹാർദ്ദ നാട്, ഇന്ന് സന്താപ സങ്കടക്കൂട്. വന്നു ചേർന്നല്ലോ നമ്മെ ജനവിധി നാളിന്ന് പ്രതിഷേധമല തീർത്തിടാം. നെരികെട്ട ഫാസിസ്റ്റ് മാർക്സിസ്റ്റ് ഭരണങ്ങൾ നാടിന്നു ശാപമല്ലേ. നേരെന്ത് തെറ്റെന്ത് തിരിയാത്ത ജനതയ്ക്ക് നേർവഴി നമ്മളല്ലേ. നേരുള്ള നെറിയുള്ള സ്ഥാനാർത്ഥികൾക്കായി വോട്ടുകൾ നൽകുകില്ലേ. നേരായൊരു ലക്ഷ്യബോധത്തിൽ UDF ചിഹ്നത്തിലേകുകില്ലേ.
മാർക്സിസ്റ്റ് ഭരണത്തിനാൽ ഇന്ന് കേഴുന്ന പാവങ്ങളെ രക്ഷയ്ക്ക് യുപിഎ പക്ഷത്തെ നിന്നിടാം, തടയാം കിരാതങ്ങളെ. രാജ്യത്തിനഭിമാനമുത്ത് രാഹുൽ ഗാന്ധിയിലേകാം കരുത്ത്. നല്ല നാളേക്ക് നാമൊത്ത് കൈകോർത്ത് UDF ചിഹ്നത്തിലോട്ടേകിടാം, നമ്മളൊന്നിച്ചു വോട്ടേകിടാം. നെറികെട്ട ഫാസിസ്റ്റ് മാർക്സിസ്റ്റ് ഭരണങ്ങൾ നാടിനു ശാപമല്ലേ. നേരെന്ത് തെറ്റെന്ത് തിരിയാത്ത ജനതയ്ക്ക് നേർവഴി നമ്മളല്ലേ. നേരുള്ള നെറിയുള്ള സ്ഥാനാർത്ഥികൾക്കായി വോട്ടുകൾ നൽകുകില്ലേ. നേരായൊരു ലക്ഷ്യബോധത്തിൽ UDF ചിഹ്നത്തിലേകുകില്ലേ. ഷുക്കൂറും പിന്നെ ഷുഹൈബും മരിച്ചു, തീർത്തില്ല ടിപിയും മണ്ണിൽ പിടഞ്ഞു. ഇടനിന്നഴിഞ്ഞാട്ടമാ രക്തക്കൊതിയന്മാർ വീണ്ടും കുതിച്ചു. കാസർഗോഡും 2 ജീവൻ നിലച്ചു, തുടരും കൊലശീലമാ. രാജ്യം ഭരിക്കുന്ന BJPയും കൊള്ള കൊലപാതക സംഘമായി. രാവില്ല പകലില്ല പാവത്തിനെതിരായി വാളോങ്ങിടും രംഗമായി. ഉണരേണമിനിയെങ്കിലും നാം ഉശിരോടെ പൊരുതാനിറങ്ങാം. നഷ്ട സൗഹാർദ്ദ സ്നേഹം തിരിച്ചെത്തിടാനായി UDFിന്നേകിടാം, നമ്മളൊന്നിച്ചു വോട്ടേകിടാം. നെറികെട്ട ഫാസിസ്റ്റ് മാർക്സിസ്റ്റ് ഭരണങ്ങൾ നാടിനു ശാപമല്ലേ. നേരെന്ത് തെറ്റെന്ത് തിരിയാത്ത ജനതയ്ക്ക് നേർവഴി നമ്മളല്ലേ. നേരുള്ള നെറിയുള്ള സ്ഥാനാർത്ഥികൾക്കായി വോട്ടുകൾ നൽകുകില്ലേ. നേരായൊരു ലക്ഷ്യബോധത്തിൽ UDF ചിഹ്നത്തിലേകുകില്ലേ. ഈ മണ്ഡലത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ സംഘടനാ ശക്തിയിൽ വന്നിട്ടുള്ള വളരെ വലിയ തോതിലുള്ള അടുക്കും ചിട്ടയും ശാസ്ത്രീയ സംവിധാനങ്ങളും ഒക്കെ ഇതിൽ നിഴലിക്കുന്നുണ്ട്. ആ സ്വഭാവത്തിൽ UDFിൻ്റെ ഈ തെരഞ്ഞെടുപ്പിന് നല്ല വിജയമുണ്ടാക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ നിശ്ചയദാർഢ്യവും ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നല്ലവരായ നിങ്ങൾ വളരെയേറെ എന്നെയും സഹായിച്ചിട്ടുണ്ട്. 10 കൊല്ലം മുമ്പ് MP ആയി നിന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കണം, ഇന്ന കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നൊക്കെ ഞങ്ങളുടെ ജനനേതാക്കൾ വളരെ ആവശ്യപ്പെടുകയും അതനുസരിച്ച് പല കാര്യങ്ങളും നടത്തുവാൻ സാധിക്കുകയും ചെയ്തു. അത്രയും 2 ലക്ഷത്താടിയുടെ MLA ആയിരുന്ന കാലത്ത് ഹാർബറിൻ്റെ കാര്യത്തിൽ കേന്ദ്രത്തിൽ ഇടപെടൽ ആവശ്യമുള്ള എല്ലാ ഘട്ടങ്ങളിലും അത് നേരിട്ട് വന്നു ഓൺലൈൻ സംസാരിച്ചു, എനിക്ക് നിർദ്ദേശം നൽകി, ഞാൻ അതിൻ്റെ ഫോളോ അപ്പ് അവിടെ നടത്തി. അങ്ങനെ എല്ലാമുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പിന്നെ MP ഫണ്ട് അതുപോലുള്ള മറ്റു കാര്യങ്ങൾ ഇതൊക്കെ തന്നെ വെച്ചുകൊണ്ട് പരമാവധി നല്ലത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാർലമെൻറ്റിനകത്തും പുറത്തും
ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ സമയത്ത് വിശദമായിട്ട് എന്നോട് പറയാൻ സമയമെടുക്കുന്നില്ല. സമയം ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുള്ളതാണ്. നല്ലവരായ നിങ്ങൾ MP ആയിരുന്ന സമയത്ത് എനിക്ക് നൽകിയ പിന്തുണ 3-ാം വട്ടം മത്സരിക്കുന്ന സമയത്തും നൽകി സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. വോട്ട് ചെയ്തു, മറ്റുള്ളവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു, പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചുമൊക്കെ ഞങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ രാഷ്ട്രീയം സംസാരിക്കാനുണ്ട്. പക്ഷെ രാഷ്ട്രീയം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന കാര്യം. രാഷ്ട്രീയം എന്നതിന് നമ്മൾ ചെറിയ നിർവചനമാണ് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന നിർവചനം രാഷ്ട്രത്തെ ബാധിക്കുന്നതല്ല. നമ്മൾ രാഷ്ട്രീയത്തെ നൂറ്റാണ്ടുകളിലൂടെ നമ്മുടെ രാജ്യം നേടിയെടുത്ത ഈ നന്മകൾ കാത്തു സൂക്ഷിക്കാനുള്ള വളരെ വലിയ പോരാട്ടമാണ് നടത്തുന്നത്. A.J. മുഹമ്മദ് ബഷീർ സാഹിബ് നിങ്ങൾക്കറിയാം, രാജ്യത്തിലെ നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർക്കൊക്കെ അറിയാം രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം നടത്തുന്ന പോരാട്ടം എന്താണ്. അനീതിക്കും അധർമ്മത്തിനുമെതിരെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് സുപരിചിതമാണ്. അതുകൊണ്ട് ബഷീർ സാഹിബിനെ നമുക്ക് വേണ്ടി ഇനിയും ഇന്ത്യൻ പാർലമെന്റിൽ എത്തിക്കണം. നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ നാടിന്റെ മതേതര സന്ദേശം അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തെ തെളിയിക്കാനാവുന്ന വിധം കോടി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കുക. ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ്. പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, UDFന്റെ സമ്പന്നരായ നേതാക്കളെ, സുഹൃത്തുക്കളെ, ദീർഘമായി നിങ്ങളോട് സംസാരിക്കുവാനുള്ള ഒരു സമയമില്ലാത്തതിൻ്റെ കുഴപ്പമുണ്ട്. പക്ഷേ നമ്മുടെ നല്ല പ്രാസംഗികന്മാർ പല വട്ടങ്ങളിലായി ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ രാഷ്ട്രീയം
നിങ്ങളോട് പറഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 5 കൊല്ലം മുമ്പ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു കൈപ്പഴ വന്നു. പൂർണ്ണമായും വന്നോന്നല്ല, 31% വോട്ടേ കിട്ടിയിട്ടുള്ളൂ നരേന്ദ്രമോദിക്ക്. എങ്കിൽ പോലും അധികാരത്തിൽ നിന്ന് നമ്മൾ ഈ നാട് നേടിയെടുത്ത ഒരുപാട് നല്ല സങ്കല്പങ്ങളുണ്ട്. അതിന് മുഴുവൻ പൊളിച്ച് ഏകാധിപത്യത്തിലേക്ക് നാടിനെ കൊണ്ടുപോവുകയാണ്. ഇവിടെ 2 തവണ അതിൻ്റെ സൂചനകൾ ചിലത് മാത്രമേ ഇവിടെ പറഞ്ഞു. ഇപ്പം നമുക്ക് മിണ്ടാതിരിക്കാൻ ഒക്കുമോ? മിണ്ടാതിരുന്നാൽ നമ്മൾ ചരിത്രത്തിന് കുറ്റവാളികളായിരുന്നു. ഇന്ത്യയെ രക്ഷിക്കാൻ കിട്ടിയ സന്ദർഭം ഉപയോഗപ്പെടുത്താതിരുന്നാൽ നമുക്ക് പിന്നെ മാപ്പ് കിട്ടില്ല. ആ സ്വഭാവത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് നിങ്ങൾ വലിയ വോട്ടുകൾ കോടിയാളത്തെ രേഖപ്പെടുത്തി നല്ലൊരു ഭൂരിപക്ഷത്തിൽ തന്നെ ജയിപ്പിച്ചു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. കഴിഞ്ഞ 10 കൊല്ലമായി നിങ്ങൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിങ്ങളോട് വിട ചോദിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, അഭിവാദ്യങ്ങൾ ചെയ്യുന്നു. ല്ല പക്ഷേ അത് എത്തിച്ചാൽ എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. രണ്ടാമത് ഞങ്ങൾ 10 വർഷം ഞാൻ MP ആയി നിന്ന സമയത്ത് എനിക്ക് ഒരുപാട് സഹായ സഹകരണങ്ങൾ നൽകി. ദേശാഭിമാനികളുടെ ഈ മണ്ണ് ഒരിക്കലും തന്നെ ഇനി മറ്റൊരു കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് കൊടുക്കില്ല എന്ന് പറയും. പൊന്നാണ്യം പോലത്തെ നാട്, പൊന്നാനി എന്നൊരു നാട്, പോരാട്ട ഭൂമിയാം നാടിനു വേണം പോരാളിയായൊരു നേതാവിനെ, പോരാളിയായൊരു നേതാവിനെ. ഈട്ടി ജയിക്കണം, നാട് ജയിക്കുവാൻ ഈട്ടി ജയിക്കണം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ രീതിയിൽ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമായ പ്രാധാന്യവും അതിന്റെ കൂട്ടമലറി വിളിച്ചു മനുഷ്യരെ കൊന്നു തിന്നുന്ന തെരുവുകളിൽ ഓടിയെത്തി പ്രതിരോധമുയർത്തി വർഗീയവാദികൾ ചീന്തിയെറിഞ്ഞ നമ്മുടെ നെഞ്ചിലെ തേങ്ങലായി മാറിയ പൊന്നുമോൾക്കായി ശബ്ദമുയർത്തി കരയുന്ന കണ്ണുകൾ തൂവാല നീട്ടി ഒപ്പിയെടുക്കുവാനീട്ടി വേണം, ഒപ്പിയെടുക്കുവാനീട്ടി
ഈട്ടി ജയിക്കണം നമ്മൾ ജയിക്കുവാൻ, ഈട്ടി ജയിക്കണം നാട് ജയിക്കുവാൻ, ഈട്ടി ജയിക്കണം നമ്മൾ ജയിക്കുവാൻ. കൊടിയ വരൾച്ചയിൽ വേവുന്ന മനസ്സുകളിൽ കനവുകൾ വെട്ടേറ്റു വീഴുന്ന മണ്ണിൽ സ്നേഹമായി പെയ്ത് നിറയുവാൻ ശബ്ദമില്ലാത്തോർ തന്നാവായി മുഴങ്ങിടുവാൻ. അക്രമീയാമധികാരിയെ നോക്കി നീതി ചോദിച്ച നേതാവ് വേണം. നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് BSNL ആണ്. നല്ല കാര്യം, ഞാൻ ഇപ്പോഴും അതിനെ ഉപയോഗിക്കുന്നു. കാരണം BSNL നാടിൻ്റെതാണ്. നരേന്ദ്രമോദി എന്ത് ചെയ്തു? BSNL മോണിൽ ജിയോനെ കൊണ്ടുവന്നു. ആളുകൾ അതിൽ നിന്ന് പിന്തിരിയാൻ തുടങ്ങി. ഈ നാടിന്റെ ഏറ്റവും നല്ല നമ്മുടെ സാരഥി ഈട്ടി ബഷീറാണ്. നന്മകൾ നല്ലോണം നൽകിയ മുത്താണ്. പൊന്നാനി മണ്ഡലം പൊന്നാക്കിയൊരാണ്. കോണി ചിഹ്നത്തിൽ വോട്ടൊന്ന് ചെയ്തോളി. നമ്മുടെ സാരഥി ഈട്ടി ബഷീറാണ്. നന്മകൾ നല്ലോണം നൽകിയ മുത്താണ്. പൊന്നാനി മണ്ഡലം പൊന്നാക്കിയൊരാണ്. കോണിച്ചിഹ്നത്തില് വോട്ടൊന്ന് ചെയ്തോളി. കണ്ടില്ലേ വികസനം എമ്പാടും നാട്ടാരെ. കുളിരേകും തന്നലായി ടി വിതച്ചാരെ. വിനയവും വിവരവും കഴിവും ഉള്ളോരാണ്. ചിഹ്നം കോണി തന്നിൽ ചീലാടിച്ചിടണേ. കണ്ടില്ലേ വികസനം എമ്പാടും നാട്ടാരെ. കുളിരേകും തന്നലായി ടി വിതച്ചാരെ. വിനയവും വിവരവും കഴിവും ഉള്ളോരാണ്. ചിഹ്നം കോണി തന്നിൽ കുട്ടികളും എല്ലാമായി നല്ല ആൾക്കൂട്ടം ഈ നട്ടുച്ച ആവണ സമയത്ത് പോലും ഇവിടെയുണ്ട്. ഇത് നിങ്ങൾ കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇത്
പുന്നാര നാട്ടാരെ നല്ല വോട്ടർമാരെ ഇശലിമ്പത്തിൻ്റെ രാഗം ഞാനൊന്ന് പാടട്ടെ. നമ്മുടെ സ്ഥാനാർത്ഥി ഇ.ടി. ബഷീറാണ്. കോണി ചിഹ്നത്തിൽ വോട്ടുകൾ ചെയ്യണേ. പുന്നാര നാട്ടാരെ നല്ല വോട്ടർമാരെ ഇശലിമ്പത്തിൻ്റെ രാഗം ഞാനൊന്ന് പാടട്ടെ. നമ്മുടെ സ്ഥാനാർത്ഥി ഇ.ടി. ബഷീറാണ്. കോണി ചിഹ്നത്തിൽ വോട്ടുകൾ ചെയ്യണേ. നമ്മുടെ സാരഥി ഇ.ടി. ബഷീറാണ്. നന്മകൾ നല്ലോണം നൽകിയ മുത്താണ്. പൊന്നാനി മണ്ഡലം പൊന്നാക്കിയോരാണ്. കോണിച്ചിഹ്നത്തില് വോട്ടൊന്ന് ചെയ്തോളി. കുട്ടിയും മാധവിക്കുട്ടിയും വോട്ടു ചെയ്യാൻ പോണേ. അന്നമ്മ കുട്ടിയോ പോളിംഗ് ബൂത്തിൽ ചെന്നാൽ ചിഹ്നം പലതും കണ്ടാൽ കോണി ചിഹ്നത്തിൽ വോട്ടൊന്നു ചെയ്തോളി. മറിയ കുട്ടിയും മാധവിക്കുട്ടിയും വോട്ടു ചെയ്യാൻ പോണേ. അന്നമ്മ കുട്ടിയോ പോളിംഗ് ബൂത്തിൽ ചെന്നാൽ ചിഹ്നം പലതും കണ്ടാൽ കോണി ചിഹ്നത്തിൽ വോട്ടൊന്നു ചെയ്തോളി. നമ്മുടെ സാരഥി ഇ.ടി. ബഷീറാണ്. നന്മകൾ നല്ലോണം നൽകിയ മുത്താണ്. പൊന്നാനി മണ്ഡലം പൊന്നാക്കിയോരാണ്. കോണിച്ചിഹ്നത്തില് വോട്ടൊന്ന് ചെയ്തോളി. അറിഞ്ഞില്ലേ നാട്ടാരെ ഇ.ടി. ബഷീറെന്നോർ പൊന്നാനിയിൽ വീണ്ടും സ്ഥാനാർത്ഥിയായില്ലേ. വികസനം കണ്ടില്ലേ, മാറ്റങ്ങൾ കണ്ടില്ലേ, അതിനായി നിങ്ങൾ